നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നാളത്തെ ലെവൽസിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് നാളത്തെ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങും ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആകാൻ വളരെ സാധ്യത കൂടുതലാണ്. കാരണം ഗ്ലോബൽ ന്യൂസുകൾ, ഗ്ലോബൽ ഇഷ്യൂസുകൾ അങ്ങനെ നടക്കുന്നതുകൊണ്ട് ഈ ഇന്ത്യ മാർക്കറ്റ് അത് വളരെയേറെ ഒരു അഫക്റ്റ് ചെയ്യുന്ന സെറ്റപ്പാണ്. അത് നമുക്കറിയാവുന്നത്. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോഴത്തേക്കിന് കഴിഞ്ഞ വീക്സിലൊക്കെ 3-5 5 വീക്സ് 4 വീക്സിലൊക്കെ മറ്റും ഫുള്ളായിട്ട് നമ്മുടെ മാർക്കറ്റ് ഡൗൺ ഫുൾ ഡൗൺ ട്രെൻഡ് മാത്രങ്ങളായിരുന്നു. അപ്പം ഈ ഒരു കൺസൾട്ടേഷൻ ഏരിയ വന്ന് നമുക്ക് നോക്കിയപ്പോഴാലും ലാസ്റ്റ് പ്രീവിയസ് വീക്കിലൊക്കെ ഇത് സൈഡ് മൂവ് ചെയ്യുന്നതാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ നിന്ന് ഡൗൺ ട്രെൻഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ് വന്നത്. പിന്നെ ഈ ഒരു ഏരിയ വന്നപ്പോഴത്തേക്കിന് 4th 5th ഓഗസ്റ്റ് 1 ഫസ്റ്റ് വീക്കിലൊക്കെ ഈ ഒരു ഏരിയ മാത്രം ഒരു കൺസൾട്ടേഷനിലേക്ക് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഡൗൺ ട്രെൻഡിലേക്ക് വന്നായിരുന്നു. അപ്പോൾ മേജർ സപ്പോർട്ടായിട്ടുള്ള ഈ ഒരു സെറ്റപ്പിലേക്ക് മാർക്കറ്റ് വന്ന് അവിടെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റിലേക്ക് പോയത്. അപ്പം നമുക്ക് ഈ ഒരു വീക്സിലെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്കൊരു അറൗണ്ട് 25,000 എബവ് വരെ പോകാൻ സാധ്യതയുള്ള റേഞ്ച്, അതായത് ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വരാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. അപ്പം ഒരു 1 വീക്കിലെ ടോട്ടൽ വ്യൂസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് 25,100 ഒക്കെ റേഞ്ചൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു ഈ ഒരു ഗ്യാപ്പിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. അതായത് പ്രീവിയസ് ഡേയിലൊക്കെ ഈ ഒരു റേഞ്ച്, അതായത് ജൂൺ 25, 26, 12 ഈ ഒരു റേഞ്ചിലൊക്കെ മാർക്കറ്റ് ഒത്തിരിയേറെ അവിടെ റൗണ്ട് ചെയ്തതായതുകൊണ്ട് ഈ ഒരു അകത്തൊരു ട്രേഡ് നടക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് 24,800 ആണ്. അതുപോലെ തന്നെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ചെയ്യാൻ പറ്റുന്ന ലെവലാണ് 24,700 എന്നുള്ള റേഞ്ച്. അപ്പോൾ നമുക്കിതിനകത്തൊരു സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യുന്ന റേഞ്ചാണിത്. വളരെ ഷോർട്ട് ആയിട്ടുള്ള റേഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. കാരണം മാർക്കറ്റ് അപ്പ് സൈഡ് മൂവിലേക്ക് ഫുള്ളി ആയിട്ടില്ല. പക്ഷേ സെല്ലേഴ്സിൻ്റെ ഒരു പ്രഷർ ഉണ്ട്. ലോങ് വീക്കാണ്. എല്ലാ ഡേ ക്യാൻഡിൽസ് നോക്കുമ്പോഴത്തേക്ക് ടോട്ടൽ ലോങ് വീക്സ് ആണ് ഇതിനകത്ത് ഫോർമേഷൻ ആയിട്ട്. ഈ ഒരു ലോങ് വീക്സ് ആണ് ഇതിനകത്തെല്ലാം കാണിച്ചത്. അപ്പോൾ ഇവിടെ ഒരു പ്രഷർ സപ്പോർട്ടുണ്ട്, പ്രഷറും ഉണ്ട്. ആ രീതിയിലാണ് മാർക്കറ്റ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോസിംഗ് എന്ന് പറയുന്നത് 24,630 ആകുമ്പോൾ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും 100 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് നാളെ ഗ്യാപ്പ് ആക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ആ റേഞ്ചിലേക്ക് പോകാൻ വളരെ സാധ്യതയുണ്ട്. ഈ ഒരു ഡേയിലുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ആ ഒരു ടെൻഡൻസി വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു റേഞ്ച് ഒത്തിരി വൈഡല്ല എങ്കിൽ പോലും വളരെ പെട്ടെന്നൊരു 1 ഡേ തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റിയൊരു റേഞ്ച്. ഇതൊരു സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാകും. ഈ ഒരു പ്രൈസിൻ്റെ ഒരു മൂവ്മെൻറ്റ്സും അതുപോലെ അതെങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് സപ്പോർട്ടായിട്ട് വെച്ചിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റെസിസ്റ്റൻ്റ് ആയിട്ട് പോയിട്ട് പിന്നീട് അത് ബ്രേക്ക് ചെയ്ത് അപ്സൈഡിൽ പോയൊരു ലെവലാണ് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഈ ദിവസങ്ങളിലൊക്കെ ഈ ഒരു ട്രേഡ് നമുക്കിവിടെ എക്സ്പെക്റ്റേഷൻ ഉള്ളതാണ്. ഈ ഒരു വൈഡ് റേഞ്ചിലേക്ക് മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ് ആകാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നിഫ്റ്റിയിലുള്ള ഈ ഒരു ലെവൽസ് 2 സപ്പോർട്ടീവ് റെസിസ്റ്റൻസ് ലെവൽസാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഏതൊക്കെ ലെവൽസ് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ഡേ ചാർട്ടിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. അതിനകത്ത് പ്രീവിയസ് ഡേയിലുള്ള നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണ് ആക്ട് ചെയ്തിരിക്കുന്നത്, ഏത് രീതിയിലാണ് നമുക്കതിന് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതൊക്കെ കുറച്ച് പരിശോധിക്കാം. ഇതായിരുന്നു നമ്മൾ പ്രീവിയസ് ഡേയിലുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇതിനകത്ത് 55,300 അതായത് 55,300 മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. റേഞ്ചിൽ നോക്കുമ്പോഴത്തേക്കിന് ഈ ഒരു പ്രീവിയസ് മന്തിൽ മെയിലൊക്കെ ഈ ഒരു റേഞ്ച് വളരെയേറെ കൺസൾട്ടേഷനായിട്ട് സൈഡ് ബൈ സൈഡ് ലെവലാണ്. ആ റേഞ്ച് വന്ന് പിന്നെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുകയാണ്. ഇവിടുന്ന് ബ്രേക്കൗട്ട് കിട്ടുവാണെങ്കിൽ മാർക്കറ്റ് ഒരു ഐപ്പിലേക്ക് പോകാൻ സാധ്യതയാണ്. അതായത് 56,000 റേഞ്ച് 1,000 പോയിൻറ്റ്സിന് സൈഡിലേക്ക് വരാൻ വളരെ കൂടുതലാണ്. 1 ഡേ തന്നെ ഈ ഒരു മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ വളരെ സിമ്പിളാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് മാർക്കറ്റ് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും സപ്പോർട്ട് സെയിം ലെവലിൽ ഒന്ന് ഓപ്പോസിറ്റ് സൈഡാണ്. ലാസ്റ്റ് വീക്കിലൊക്കെ 2-3 വട്ടം ഡേയ്സൊക്കെ ട്രേഡ് ചെയ്തിട്ട് നിഫ്റ്റി ഒരു സൈഡിലേക്കും ബാങ്ക് നിഫ്റ്റി ഒരു സൈഡിലേക്കും ട്രേഡ് ചെയ്താൽ തന്നെ ഒരു വലിയ കോംപ്ലിക്കേഷൻ. പാനിക്കായിട്ടൊക്കെ ആരും അങ്ങനെ റീറ്റെയിൽസിലൊന്നും അത്ര ഇൻട്രസ്റ്റോട് കൂടി ട്രേഡ് ചെയ്യാൻ സാധ്യതയില്ല. മാർക്കറ്റിൽ വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു വളരെ മന്ദത പിടിച്ചൊരു ഈ ഒരു റേഞ്ചിൽ ക്യാൻഡിൽസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ജസ്റ്റ് ഒരു റൗണ്ട് പോലെ ആയിപ്പോൾ ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടുമ്പോഴത്തേക്കിന് മാർക്കറ്റ് ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ലെവൽസ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഒരു ഇതിനകത്തൊരു 56,000 ഈ റേഞ്ചിലേക്ക് മാർക്കറ്റ് അപ്സൈഡിലേക്ക് റെസിസ്റ്റൻസ് ഫീൽ ചെയ്ത് സപ്പോർട്ട് ആകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലാണിത്. 55,650 ഈ റേഞ്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയാണ് 55,900 അല്ലെങ്കിൽ 56,000ലേക്ക് വളരെ സാധ്യതയാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടീവായിട്ട് നമുക്ക് ഇവിടെ ആക്ട് ചെയ്യാൻ പറ്റിയ ലെവൽ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഡേയുടെ ക്ലോസിങ്ങിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ ഈ ഒരു വേട്ട് മാർക്കറ്റിലേക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് പ്രീവിയസ് ഡേയിലെ ഒരു ലോ ആണ് നമ്മൾക്ക് സപ്പോർട്ടായിട്ട് വെച്ചിരിക്കുന്നത്. അവിടെ തന്നെ നോക്കുന്നത് 300 പോയിൻറ്റ്സിൻ്റെ ഒരു റേഞ്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ടൊരു സഡൻ അപ്സൈഡ് മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ അടുത്ത ക്യാപ്പ് മൂവ്മെൻറ്റാണ് എക്സ്പെക്റ്റേഷൻ ചെയ്യുന്നത്. അതനുസരിച്ച് നോക്കുമ്പോഴത്തേക്കിന് 55,650ലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ച് മാർക്കറ്റിൽ ഒരു ഐഡിയ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഇത് ടോട്ടൽ ഒരു വീക്സിൻ്റെ ഒരു വ്യൂ ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് വീക്കിൽ നല്ലൊരു ഗുഡ് ട്രേഡ് സെറ്റപ്പ് എല്ലാവർക്കും കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടുകൾ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം ചെറിയ ഷോർട്ട് വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ഷോർട്ട് വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഷോർട്ട് വീഡിയോസായിട്ട് പല സ്റ്റോക്സിൻ്റെ എക്സിറ്റ് എൻട്രി പോയിൻറ്റുകളൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ്, അല്ലാതെ റെക്കമെൻഡേഷൻ അല്ല. സ്വന്തമായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് സെൽഫ് അനാലിസിസ് ശേഷമായി ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ ഗൈസ്, പിന്നെ വേറെ വീഡിയോ കാണുമ്പോൾ ബൈ ബൈ, താങ്ക് യു.